മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷം. വാഹനങ്ങളുടെ നിര ചാലക്കുടി ജംഗ്ഷൻ വരെ മണിക്കൂറുകളോളം നീണ്ടു. ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പായില്ല. പൂങ്കുന്നം പുഴയ്ക്കൽ റൂട്ടിൽ വൻ ഗതാഗതക്കുരുക്ക്. ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന് 40,000 രൂപ നഷ്ടമായി. രാമായണ മാസാചരണത്തിന് തുടക്കമായി. നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ. അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയയാളെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ സ്വദേശി ജിനേഷ് കുമാറാണ് അറസ്റ്റിലായത്. റിസോർട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന 7 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പ്. ശനി ഞായർ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട്. മനക്കൊടി വിളക്കുമാണം പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ കുളിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങിമരിച്ചു. കൊഴുക്കുള്ളിയിൽ വീടിടിഞ്ഞു വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. നമസ്കാരം. വാർത്തകൾ വിശദമായി. മഴ കനത്തതോടെ മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. രാവിലെ മുതൽ ആരംഭിച്ച ഗതാഗതക്കുരുക്ക് മണിക്കൂറുകളോളം നീണ്ടു. ചിറങ്ങരയിലും മുരിങ്ങൂരുമാണ് വാഹനങ്ങൾ കടന്നുപോകാൻ കഴിയാത്ത സ്ഥിതിയുള്ളത്. 2ഇടത്തും ചെളിയാണ് ഇപ്പോഴത്തെ പ്രധാന വില്ലൻ. അടിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായി കുന്നുകൂട്ടിയിട്ടിരിക്കുന്ന മണ്ണ് മഴയത്ത് റോഡിലേക്ക് ഒലിച്ചിറങ്ങിയിരിക്കുകയാണ്. അതീവ ശ്രദ്ധയോടെ ഓടിച്ചില്ലെങ്കിൽ വാഹനങ്ങൾ അപകടത്തിൽപ്പെടും. ചെളിയിൽ തന്നെ മാറി പല വാഹനങ്ങളും അപകടത്തിൽപ്പെടുന്നതും ഇവിടെ പതിവാണ്. കാടുകുറ്റി, മേലൂർ പഞ്ചായത്തുകളിലെ ഗ്രാമ റോഡുകളിലൂടെ ബദൽ സംവിധാനം എന്ന നിലയിൽ വാഹനങ്ങൾ കടത്തിവിടുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ റോഡുകളെല്ലാം തകർന്നതിനാൽ പലരും ഇതുവഴി പോകാൻ മടിക്കുകയാണ്. ഇതും ഗതാഗതക്കുരുക്കിന് ആക്കം കൂട്ടി. ഇന്ന് രാവിലെ ചാലക്കുടി ടൗൺ വരെ ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിക്കിടന്നു. ആംബുലൻസുകൾക്ക് പോലും യഥാസമയം സഞ്ചരിക്കാൻ കഴിയുന്നില്ല. നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകുന്ന യാത്രക്കാരും നട്ടം തിരിയുകയാണ്. സ്ഥിരം മഴ പെയ്യുന്നതിനാൽ അടിപ്പാതയുടെ നിർമ്മാണവും മെല്ലെ പോക്കിലായി. TCV ന്യൂസ്, ചാലക്കുടി. അമലാനഗർ പൂങ്കുന്നം റോഡിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ മുതൽ പുഴയ്ക്കൽ ജംഗ്ഷൻ വരെ ഒറ്റവരി ഗതാഗതം ഏർപ്പെടുത്തിയതാണ് ഗതാഗതക്കുരുക്കിന് വഴിവെക്കുന്നത്. ഇതിനു പുറമെ റോഡിൽ കുഴികൾ രൂപപ്പെട്ടതും വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുങ്ങിക്കിടക്കാൻ ഇടയാകുന്നുണ്ട്. റോഡിന്റെ പകുതി ഭാഗം അടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. ഏതാനും ദിവസം മുമ്പ് സ്ഥലം സന്ദർശിച്ച് ജില്ലാ കളക്ടർ നിർമ്മാണ പ്രവർത്തികൾ വിലയിരുത്തിയിരുന്നു. ഓണത്തിന് മുൻപ് റോഡ് തുറന്നു കൊടുക്കാൻ കരാറുകാർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു. ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന്റെ 40,000 രൂപ നഷ്ടമായി. മൊബൈൽ ഫോണിൽ വിളിച്ചയാൾക്ക് ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ നൽകിയ യുവാവിനാണ് 40,000 രൂപ നഷ്ടമായത്. കയ്പമംഗലം ചളിങ്ങാട് സ്വദേശിയുടെ പണമാണ് നഷ്ടപ്പെട്ടത്. ക്രെഡിറ്റ് കാർഡ് വാലിഡിറ്റി കഴിയാറായെന്നും ഇത് പുതുക്കാനായി വിവരങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു ഫോൺ വന്നത്. ഇത് വിശ്വസിച്ച യുവാവ് എല്ലാ വിവരങ്ങളും കൈമാറി. തുടർന്ന് വാട്സപ്പിലൂടെ അയച്ചു കൊടുത്ത PM കിസാൻ യോജന എന്ന ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുവാനും വിളിച്ചയാൾ നിർദ്ദേശം നൽകി. ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതോടെ 2 തവണയായി ക്രെഡിറ്റ് കാർഡിലൂടെ 40,000 രൂപ നഷ്ടപ്പെട്ടു. ഇയാളുടെ വാട്സപ്പും തട്ടിപ്പുകാരൻ ഹാക്ക് ചെയ്തു. വാട്സപ്പ് നമ്പറിൽ നിന്നും പല ഗ്രൂപ്പുകളിലേക്കും PM കിസാൻ യോജന എന്ന വ്യാജ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാൻ നിർദ്ദേശം നൽകിയതായും കണ്ടെത്തിയിട്ടുണ്ട്. പണം നഷ്ടപ്പെട്ട യുവാവ് സൈബർ പോലീസിനും കയ്പമംഗലം പോലീസിനും പരാതി നൽകി. TCV ന്യൂസ്, കയ്പമംഗലം. കർക്കിടക മാസത്തിലെ നാലമ്പല തീർത്ഥാടനത്തിന് തുടക്കമായി. തൃപ്രയാറിൽ ശ്രീരാമൻ, ഇരിങ്ങാലക്കുടയിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമ്മൽ ശത്രുഘ്നൻ എന്നീ ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് നാലമ്പല തീർത്ഥാടനം. ഇരിങ്ങാലക്കുടയിൽ 7 കിലോമീറ്റർ വ്യത്യാസത്തിലാണ് ഭരതക്ഷേത്രവും ശത്രുഘ്നസ്വാമി ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. നാലമ്പല ദർശനത്തിനായി എത്തുന്ന ഭക്തജനങ്ങൾക്ക് ദർശനം നടത്തുന്നതിനായി കൂടൽമാണിക്യം ക്ഷേത്രത്തിലും പായമൽ ശത്രുഘ്ന ക്ഷേത്രത്തിലും വിപുലമായ സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ തിക്കും തിരക്കും കൂടാതെ തൊഴാൻ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഴയും വെയിലും കൊള്ളാതെ തൊഴാനുള്ള സൗകര്യത്തിന് ചുറ്റിലും പന്തലുമുണ്ട്. കിഴക്കേ നടയിലൂടെ അകത്തേക്ക് കടന്ന് ദർശനം നടത്തിയ ശേഷം പടിഞ്ഞാറേ നടയിലൂടെ പുറത്തേക്കിറങ്ങാം. പിന്നെ തീർത്ഥകുളം വലം വെച്ച ശേഷം കിഴക്കേ നടയിലെത്തും. കിഴക്കേ നടയിലാണ് പ്രസാദ വിതരണം നടക്കുക. ഭക്തജനങ്ങളുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് പ്രത്യേക പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ശ്രീരാമ സഹോദരന്മാരിൽ ഏറ്റവും ഇളയവനായ ശത്രുഘ്നൻ കുടികൊള്ളുന്നത് ഇരിങ്ങാലക്കുടയിൽ നിന്നും 7 കിലോമീറ്റർ മാത്രം ദൂരെ തെക്ക് ഭാഗത്തായി പൂമംഗലം പഞ്ചായത്തിലെ പായമ്മലിലാണ്. ഇവിടെയും ക്ഷേത്ര ദർശനത്തിനെത്തുന്ന ഭക്തജനങ്ങൾക്കായി വിപുലമായ സൗകര്യങ്ങളുണ്ട്. നാലമ്പല ദർശനത്തിന്റെ അവസാന ക്ഷേത്രമായ പായമ്മൽ ക്ഷേത്രത്തിൽ തീർത്ഥാടകർക്കായി ഭക്ഷണ വിതരണവും ഉണ്ടാകും.
സാധാരണ ദിവസങ്ങളിൽ 2000-ഓളം പേർക്ക്, ഒഴിവു ദിവസങ്ങളിൽ 5000-ഓളം പേർക്കുമാണ് ഭക്ഷണം ഒരുക്കിയിരിക്കുന്നത്. TCV ന്യൂസ്, ഇരിങ്ങാലക്കുട. തൃപ്രയാർ ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തിനും നാലമ്പല ദർശനത്തിനും തുടക്കമായി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള നാലമ്പല തീർത്ഥാടകരുടെ തിരക്കായിരുന്നു ക്ഷേത്രത്തിൽ. ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനും വഴിപാടുകൾ നടത്തുന്നതിനും വിപുലമായ സൗകര്യങ്ങൾ ഇത്തവണയും ദേവസ്വം ബോർഡ് ഒരുക്കിയിരുന്നു. മഴ നനയാതെ ദർശനം നടത്താൻ പ്രത്യേക കൈവരികൾ, പന്തലുകൾ, ഫ്ളൈ ഓവർ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. പോലീസ്, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ, ആംബുലൻസ് സർവീസ്, സന്നദ്ധ പ്രവർത്തകരുടെ സേവനങ്ങൾ, പ്രത്യേക നിരീക്ഷണ ക്യാമറകൾ എന്നീ സൗകര്യങ്ങൾക്ക് പുറമെ ക്ഷേത്രം ഊട്ടുപുരയിൽ പ്രസാദ ഊട്ടും ഒരുക്കിയിരുന്നു. ക്ഷേത്രത്തിനകത്തും പുറത്തും ചുക്കുകാപ്പി, ചുക്കുവെള്ളം എന്നിവയുടെ വിതരണവും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തി. KSRTCയുടെ നാലമ്പല സർവീസിനും തുടക്കമായി. രാമായണ പ്രഭാഷണങ്ങൾ, ആധ്യാത്മിക പുസ്തകശാല എന്നിവയും ആരംഭിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഭാരവാഹികളും ക്ഷേത്രത്തിൽ ദർശനത്തിനെത്തിയിരുന്നു. പ്രസിഡന്റ് K. രവീന്ദ്രൻ, കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ K. സുനിൽകുമാർ, അസിസ്റ്റന്റ് കമ്മീഷണർ M. മനോജ് കുമാർ തുടങ്ങിയവർ ക്ഷേത്രത്തിലെത്തി. ക്ഷേത്രം മാനേജർ മനോജ് K. നായർ, ഉപദേശക സമിതി പ്രസിഡന്റ് രാജൻ പാറേക്കാട്ട് എന്നിവർ ഭക്തർക്ക് വേണ്ട ദർശന സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, തൃപ്രയാർ. അതിരപ്പിള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയയാളെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ 15-ൽ താമസിക്കുന്ന വെളിയത്തുപറമ്പിൽ ജിനേഷ് കുമാറാണ് അറസ്റ്റിലായത്. റിസോർട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന 7 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. തുടർന്നുള്ള അന്വേഷണത്തിൽ ഇയാളുടെ വീട്ടിൽ നിന്നും 100 ലിറ്റർ വാഷും വാറ്റുപകരണങ്ങളും കണ്ടെടുത്തു. എക്സൈസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ പുത്തിലൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ അനിൽകുമാർ, ജെയ്സൺ ജോസ്, സിവിൽ എക്സൈസ് ഓഫീസർ രാകേഷ്, പിങ്കി മോഹൻദാസ്, മുഹമ്മദ് ഷാൻ എന്നിവർ റെയ്ഡിന് നേതൃത്വം കൊടുത്തു. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തൃശൂരിൽ ശനി, ഞായർ ദിവസങ്ങളിലും ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത്. 24 മണിക്കൂറിൽ 115.6 മില്ലിമീറ്റർ മുതൽ 204.4 മില്ലിമീറ്റർ വരെ മഴ ലഭിച്ചേക്കും. മനക്കൊടി വിളക്കുമാടം പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ വീണ വിദ്യാർത്ഥി മരിച്ചു. പട്ടാമ്പി സ്വദേശി 22 വയസ്സുള്ള ആശിഷാണ് മരിച്ചത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത്. നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. കൂടുതൽ വിവരങ്ങളുമായി അഗസ്റ്റീൻ ചേരുകയാണ്. അഗസ്റ്റീൻ, വളരെ ദാരുണമായ സംഭവമാണ്. പ്രത്യേകിച്ച് കനത്ത മഴ തുടരുകയും വെള്ളക്കെട്ടിൽ മറ്റും ഇറങ്ങരുത് എന്നുള്ള നിർദ്ദേശം നമുക്ക് ലഭിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ദാരുണ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ് തൽസ്ഥിതി? പ്രിയ, ഇന്ന് ഉച്ചതിരിഞ്ഞ് 6:30യോടെയാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായത്. തൃശൂർ ഗവൺമെന്റ് 15ഓളം പേരടങ്ങുന്ന വിദ്യാർത്ഥികളുടെ ഒരു സംഘം മനക്കൊടി ഫുള്ള് റോഡിലുള്ള പാലത്തിനിടയിലുള്ള ഈ വിളക്കുമാടം പടവിൽ, മനക്കൊടി വിളക്കുമാടം പാടശേഖരത്തിൽ കുളിക്കാൻ ഇറങ്ങുകയായിരുന്നു. ഈ വിളക്കുമാടം പടവ് മാത്രമല്ല, സമീപത്തെ എല്ലാ പാടശേഖരങ്ങളും നിറഞ്ഞ് 2ഉം 3ഉം ആൾക്ക് നിലയില്ലാത്ത രീതിയിലാണ് നിറഞ്ഞു കിടക്കുന്നത് വെള്ളം. ഈ പാടശേഖരത്തിലേക്ക് അവർ നീന്തി കുളിക്കാനായി ഇറങ്ങുകയും അതിൽ ഒരാൾ മുങ്ങിപ്പോവുകയുമായിരുന്നു. മറ്റു 3 പേരെ അപകടത്തിൽപ്പെടാതെ നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തി രക്ഷിക്കുകയായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിൽ ഒരു വിദ്യാർത്ഥി, അതായത് പട്ടാമ്പി സ്വദേശിയായ ആശിഷ് എന്ന വിദ്യാർത്ഥി, 22 വയസ്സുള്ള ആശിഷ് എന്ന വിദ്യാർത്ഥിയാണ് മുങ്ങിപ്പോയത്. അദ്ദേഹം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ 3ാം വർഷ വിദ്യാർത്ഥിയാണ്. ഇവർ ഈ മുങ്ങിപ്പോയ വിദ്യാർത്ഥിയെ നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘമാണ്, സ്കൂബ ടീം ഉൾപ്പെടെയുള്ള സംഘമാണ് തെരച്ചിലിനെത്തി കണ്ടെത്തിയത്. 15 പേരടങ്ങുന്ന സംഘമായിരുന്നു ഇവർ. ഇവർക്ക് നീന്താൻ അറിയാമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്. നീന്തിയിരുന്ന അവർ പിന്നെ പെട്ടെന്ന് മുങ്ങിപ്പോവുകയായിരുന്നു. മുങ്ങിപ്പോയാൽ പിന്നെ ഒരു നിലയ്ക്കും രക്ഷപ്പെടുത്താനാവാത്ത ഒരു അത്രയധികം വെള്ളമുള്ള സ്ഥലമാണ് ഈ പാടശേഖരങ്ങളെല്ലാം. പാടശേഖരങ്ങളിൽ നിറഞ്ഞു കിടക്കുന്ന പാടശേഖരങ്ങളിൽ ഇറങ്ങരുത് എന്ന് പല തവണ നിർദ്ദേശമുണ്ടായിട്ടും പലപ്പോഴും കുട്ടികൾ, വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും അത് പരിഗണിക്കാതെ പലപ്പോഴും ഒരു ആവേശത്തിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെടുന്ന സ്ഥിതിവിശേഷമാണ് ഇത്തരം ദാരുണമായ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നത്. ഏതായാലും അതീവ ദുഃഖകരമായ സാഹചര്യമാണ് അവിടെ കൂടെ വന്നിട്ടുള്ള കുട്ടികളെല്ലാം അത്യധികം ദുഃഖകരമായ സ്ഥിതിയിലാണ്.
നിൽക്കുന്നത്. ഏതായാലും അല്പം മുമ്പ്, ഒരു അരമണിക്കൂർ മുമ്പ് കുട്ടിയുടെ ബോഡി കണ്ടെടുക്കുകയും പോലീസ്, ഫയർഫോഴ്സ് അത് ആംബുലൻസിൽ കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. പ്രിയ, അഗസ്റ്റ് മറ്റൊരു കാര്യം നമുക്കറിയാം, ഇപ്പൊ ഇന്ന് വിദ്യാഭ്യാസ അവധിയായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും അവധി കൊടുക്കുമ്പോൾ പോലും പല നിർദ്ദേശങ്ങളും നമ്മുടെ ഭരണകൂടം നമുക്ക് നൽകുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം ജാഗരൂകരാകേണ്ടതുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ, ഒപ്പം തന്നെ രക്ഷിതാക്കൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്? ഇത് ജാഗ്രതരാകേണ്ടതാണെന്ന് സത്യമാണെങ്കിൽ തന്നെ കൂട്ടുകൂടുമ്പോൾ, അതായത് വിദ്യാർത്ഥികളായാലും മുതിർന്നവരായാലും കൂട്ടുകൂടുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രത്യേക ആവേശമാണ്. പ്രത്യേകിച്ചും ഉള്ള സ്ഥലങ്ങളിൽ നീന്തി കുളിക്കുക എന്നുള്ളത് എല്ലാവർക്കും ഉള്ളൊരു സംഭവമാണ്. അപ്പോൾ പ്പെടുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതിനെ തുടർന്ന് നീന്തൽ അറിയുന്നവർ പോലും അപകടത്തിൽപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നീന്തുമ്പോൾ ഇപ്പോ നമുക്കൊക്കെ അറിവുള്ളതാണ്, നീന്താൻ ഇറങ്ങി എത്ര നീന്തൽ പരിചയമുള്ള ആളായാലും ചിലപ്പോൾ കൈകാലുകൾ കുഴയുകയോ അങ്ങനെ മുങ്ങിത്താഴുകയോ ചെയ്യുന്ന ഇഷ്ടം പോലെ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ ഒരു സംഭവമായിരിക്കാം ഇതെന്നാണ് കരുതുന്നത്. എന്തായാലും കുട്ടികൾക്ക് നീന്തൽ അറിയാമായിരുന്നു എന്നാണ് കണ്ടുനിന്നവർ, നാട്ടുകാർ പറയുന്നത്. സമീപത്തുള്ള കൊട്ടവഞ്ചി സവാരി നടത്തുന്ന ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ അവിടെയുണ്ട്. അവിടുത്തെ വഞ്ചികൾ ഉപയോഗിച്ചാണ് ആദ്യം നാട്ടുകാർ രക്ഷാപ്രവർത്തനം നടത്തിയത്. അങ്ങനെ 3 പേരെ അപകടത്തിൽപ്പെടാതെ രക്ഷിക്കുകയായിരുന്നു. പക്ഷെ ഈ കുട്ടി മാത്രം മുങ്ങിപ്പോയി. പിന്നീട് ഫയർഫോഴ്സ് എത്തി തിരച്ചിൽ നടത്തി കണ്ടെത്തുകയായിരുന്നു. ഏതായാലും ഇത്തരം വെള്ളക്കെട്ടുകളിൽ ഇറങ്ങുന്നത് പലതവണ നമ്മൾ മാധ്യമങ്ങളായാലും ജില്ലാ ഭരണകൂടമായാലും പോലീസായാലും നിരന്തരം നിർദ്ദേശങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും അത് ശ്രദ്ധിക്കപ്പെടുന്നില്ല. അങ്ങനെ ശ്രദ്ധിക്കപ്പെടാത്ത വളരെ അപൂർവ സംഭവങ്ങളിൽ ഒന്നാണ് ഇതുപോലെയുള്ള ദുരന്തങ്ങളിലേക്ക് എത്തുന്നത്. പ്രിയ, നന്ദി അഗസ്റ്റിൻ വിവരങ്ങൾ നൽകിയത്. മനക്കൊടി വിളക്കുമാടം പാടശേഖരത്തിലെ വെള്ളക്കെട്ടിലാണ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചിരിക്കുന്നത്. നാട്ടികയിൽ നിന്നെത്തിയ ഫയർഫോഴ്സാണ് മൃതദേഹം പുറത്തെടുത്തത്. മറ്റു വാർത്തകളിലേക്ക്. ചേറ്റുവ അഴിമുഖത്തിന് പടിഞ്ഞാറ് വള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയെ കണ്ടെത്താനായി 2ാം ദിവസവും നടത്തിയ തിരച്ചിൽ വിഫലം. കയ്പമംഗലം കൂരിക്കുഴി നെച്ചിപ്പറമ്പിൽ അൻസിലിനെയാണ് കാണാതായത്. കഴിഞ്ഞ ദിവസം വൈകിട്ടായിരുന്നു അപകടം. ഒപ്പമുണ്ടായിരുന്ന 2 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. വലപ്പാട് കഴിമ്പ്രം സ്വദേശി രാജുവിന്റെ ഉടമസ്ഥതയിലുള്ള മഹാസേനൻ എന്ന വള്ളത്തിന്റെ കാരിയർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. ഇടവേള. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. തൃശൂരിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ലിയോസിൽ വെറും 2.5% മാത്രം നൽകി ഗോൾഡ് റേറ്റ് ലോക്ക് ചെയ്യാൻ സുവർണാവസരം. ഓരോ തരി പൊന്നും ഹോൾസെയിൽ വിലയിൽ. ഉടൻ ബുക്ക് ചെയ്യൂ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വാർത്തകൾ തുടരുന്നു. കൊഴുക്കുള്ളി പട്ടിളംമൂലയിൽ വീട് ഇടിഞ്ഞു വീണ് 2 കുട്ടികൾക്ക് പരിക്കേറ്റു. ചെന്തറ വീട്ടിൽ രാജന്റെ പേരക്കുട്ടികളായ വരുൺ, വസുദേവ് എന്നിവർക്കാണ് പരിക്കേറ്റത്. കാലിന് പരിക്കേറ്റ കുട്ടികളെ തൃശൂരിലെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീടിന് വിള്ളൽ വീണതിനെ തുടർന്ന് വീട്ടുകാർ താമസം മാറ്റിയിരുന്നു. രാവിലെ വീട്ടിലേക്ക് സാധനങ്ങൾ എടുക്കാൻ വന്നപ്പോഴാണ് വീട് ഇടിഞ്ഞ് അപകടമുണ്ടായത്. ആമ്പല്ലൂർ വരന്തരപ്പള്ളി റോഡിൽ വെണ്ടൂർ കനാൽ സ്റ്റോപ്പിന് സമീപം കേബിൾ സ്ഥാപിക്കാനെടുത്ത കുഴിയിൽ സ്വകാര്യ ബസ് താഴ്ന്നു. വരന്തരപ്പള്ളിയിൽ നിന്ന് തൃശൂരിലേക്ക് പോയിരുന്ന ഉസ്താദ് എന്ന സ്വകാര്യ ബസ്സാണ് കുഴിയിൽ താഴ്ന്നത്. മറ്റൊരു വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെയാണ് അപകടം. ബസിന്റെ മുൻചക്രം പൂർണ്ണമായും കുഴിയിൽ താഴ്ന്ന് ബസ് ഒരു വശത്തേക്ക് ചരിഞ്ഞെങ്കിലും ആർക്കും പരിക്കില്ല. മാസങ്ങൾക്ക് മുമ്പ് കേബിൾ സ്ഥാപിച്ച കാനകൾ കൃത്യമായി മൂടാത്തതാണ് അപകടത്തിന് കാരണമായത്. തിരക്കേറിയ റോഡിന്റെ വശങ്ങളിൽ ജൽജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുന്നതിനും കേബിൾ ഇടുന്നതിനുമായി തീർത്ത കാനകളിൽ വാഹനങ്ങൾ കുടുങ്ങുന്നത് പതിവായിരിക്കുകയാണ്. വെള്ളാങ്ങല്ലൂരിൽ ഗ്യാസ് സിലിണ്ടർ ചോർച്ചയെ തുടർന്നുണ്ടായ തീപിടുത്തത്തിൽ പൊള്ളലേറ്റ് എറണാകുളം മെഡിക്കൽ സെന്ററിൽ ചികിത്സയിലായിരുന്ന ഗൃഹനാഥനും മരിച്ചു. എരുമത്തടം ഫ്രണ്ട്സ് ലൈനിൽ തൃക്കോവിൽ വാരിയത്ത് 70 വയസ്സുള്ള രവീന്ദ്രനാണ് മരിച്ചത്. ജൂലൈ 8-നായിരുന്നു രവീന്ദ്രനും ഭാര്യ ജയശ്രീക്കും പൊള്ളലേറ്റത്. ഗുരുതരമായ പൊള്ളലേറ്റ ജയശ്രീ സംഭവ ദിവസം തന്നെ മരിച്ചിരുന്നു. ചാവക്കാട് നഗരസഭാ കൌൺസിൽ യോഗത്തിൽ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാത്തതിൽ പ്രതിഷേധിച്ച് ബഹളം. ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിച്ചുവിട്ടു. അജണ്ട വായിക്കുന്നതിന് മുൻപ് 14-ാം വാർഡ് കൌൺസിലർ സുപ്രിയ രാമചന്ദ്രനാണ് അടിയന്തര പ്രമേയവുമായി എത്തിയത്. എന്നാൽ അജണ്ടകൾ ചർച്ച ചെയ്ത ശേഷം ഇത് ചർച്ച ചെയ്യാമെന്ന് ചെയർപേഴ്സൺ പറഞ്ഞു. എന്നാൽ ഗൌരവമായ വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷ അംഗങ്ങൾ ഉന്നയിച്ചു.
ഇതോടെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ ബഹളമായി. ഗുരുവായൂർ ചക്കങ്കണ്ടം വിഷയവുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകളുമായി പ്രതിപക്ഷ അംഗങ്ങൾ ചെയർപേഴ്സന് മുന്നിലെത്തി വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു. എന്നാൽ ചെയർപേഴ്സൺ അജണ്ടകൾ അംഗീകരിച്ച് യോഗം പിരിച്ചുവിട്ടു. ഏറെ അടിയന്തര പ്രാധാന്യം അർഹിക്കുന്ന ജനകീയ വിഷയം ചർച്ചയ്ക്ക് പോലും തയ്യാറാകാതെ നടത്തിയ ഒളിച്ചോട്ടം ജനങ്ങളോടുള്ള തികഞ്ഞ വെല്ലുവിളിയാണെന്നും സീവേജ് പ്ലാന്റിന്റെ മറവിൽ നടന്ന ലക്ഷങ്ങളുടെ അഴിമതി മറച്ചുവെക്കാനുള്ള ശ്രമമാണിതെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. എന്നാൽ അനാവശ്യ ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നതെന്ന് ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു. ചേർപ്പ് SHO രമേശിനെ സ്ഥലം മാറ്റി. ചേർപ്പ് SHO രമേശിനെതിരെ CC മുകുന്ദൻ MLA വിവിധ വിഷയങ്ങളിൽ മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയിൽ ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് സമർപ്പിച്ചതിനെ തുടർന്നാണ് അഴീക്കോട് കോസ്റ്റൽ പോലീസ് സ്റ്റേഷനിലേക്ക് SHO രമേശിനെ മാറ്റിയത്. ജൂൺ 14-ന് MLAയുടെ മുൻ പേഴ്സണൽ സെക്രട്ടറി അസ്ഹർ മജീദിന്റെ മൊബൈൽ ഫോൺ അനുവാദമില്ലാതെ പിടിച്ചുവെക്കുകയും വിഷയത്തിൽ തൃശൂർ റൂറൽ SPക്ക് പരാതി നൽകിയതിന്റെ വൈരാഗ്യത്തിൽ SHO രമേശ് അസ്ഹറിനെതിരെ വ്യാജ കേസ് ചുമത്തുകയും ചെയ്തിരുന്നു. വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും DGPക്കും പരാതി നൽകിയതിൽ അന്വേഷണം നടത്തി തൃശൂർ റൂറൽ SP റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിലേക്ക് സമർപ്പിച്ചിരുന്നു. ജൂലൈ 2-ന് ചേർപ്പ് ഗവൺമെന്റ് ജൂനിയർ ബേസിക് സ്കൂളിലെ ദുരിതാശ്വാസ ക്യാമ്പിലുണ്ടായ വഴക്കിനെ തുടർന്ന് പരാതി നൽകാനെത്തിയ യൂണിയൻ തൊഴിലാളികളായ ദളിത് യുവാവിനെ ഇൻസ്പെക്ടർ രമേശ് മർദ്ദിച്ചിരുന്നു. ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്കും തൃശൂർ റൂറൽ SPക്കും യുവാവ് പരാതി നൽകുകയും CPM പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ച പരാതിയിൽ വകുപ്പുതല അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തിരുവില്ലാമലയിൽ യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏരുകുളത്ത് താമസിക്കുന്ന തരൂർ പഴമ്പാലക്കോട് സ്വദേശിയായ ബാലന്റെ മകൻ 46 വയസ്സുള്ള ശിവപ്രസാദിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയന്നൂർ CI മുഹമ്മദ് ബഷീറിന്റെ നേതൃത്വത്തിൽ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കടങ്ങോട് തിപ്പലശ്ശേരി മുക്കിലെ പീടികയിൽ കിണറ്റിലെ മോട്ടോർ മോഷ്ടിച്ച 2 പേരെ എരുമപ്പെട്ടി പോലീസ് അറസ്റ്റ് ചെയ്തു. മുരായിൽ രവിയുടെ പറമ്പിലെ കിണറ്റിലെ മോട്ടോറാണ് പ്രായപൂർത്തിയാകാത്ത 2 പേർ മോഷ്ടിച്ച് കടങ്ങോട് പരപ്പിലെ ആക്രിക്കടയിൽ വിൽപ്പന നടത്തിയത്. മോട്ടോറിന്റെ ഉടമസ്ഥനായ രവി വാർഡംഗം ഘോഷ് പൂവത്തിങ്കലിനൊപ്പം എരുമപ്പെട്ടി സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു. മറ്റൊരു കേസിന്റെ ഭാഗമായി കടങ്ങോട് പരപ്പിലുള്ള ആക്രിക്കടയുടെ മുന്നിലൂടെ പോവുകയായിരുന്ന എരുമപ്പെട്ടി SI ജോണിയുടെ ശ്രദ്ധയിൽ മോട്ടോർ പെടുകയായിരുന്നു. തുടർന്ന് ആക്രിക്കട ഉടമസ്ഥനെ ചോദ്യം ചെയ്തപ്പോഴാണ് പ്രായപൂർത്തിയാകാത്ത 2 പേർ കത്തിയ മോട്ടോറാണെന്ന് പറഞ്ഞ് വിൽപ്പന നടത്തിയതാണെന്ന വിവരം ലഭിച്ചത്. പാലിയേക്കര ടോൾ ബൂത്തിൽ പ്രതിഷേധവുമായി വ്യവസായി. ഗതാഗതക്കുരുക്കിൽ ഭാര്യ പിതാവിന്റെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയാത്തതിലായിരുന്നു പ്രതിഷേധം. NTC ഗ്രൂപ്പ് MD വർഗീസ് ജോസാണ് ടോൾ ബൂത്തിൽ കാർ നിർത്തിയിട്ട് പ്രതിഷേധിച്ചത്. ബുധനാഴ്ച ഉച്ചയോടെ കൊടകര പേരാമ്പ്രയിൽ നടന്ന സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ പോവുകയായിരുന്നു വർഗീസ്. വീട്ടിൽ നിന്നും കൃത്യസമയത്ത് ഇറങ്ങിയെങ്കിലും ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്ക് കാരണം വൈകി. ഇങ്ങനെയാണെങ്കിൽ എന്തിനാണ് ടോൾ തരുന്നതെന്നും താൻ ഇവിടെ തന്നെ നിൽക്കുമെന്നും വികാരം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നും അദ്ദേഹം ജീവനക്കാരോട് ചോദിച്ചു. ഏറെ സമയം ബൂത്തിൽ ഗതാഗത തടസ്സം സൃഷ്ടിച്ചെങ്കിലും ടോൾ അധികൃതർ മറ്റൊരു ബൂത്തിലൂടെ വാഹനങ്ങൾ കടത്തിവിട്ടു. അരമണിക്കൂർ കൊണ്ടെത്തേണ്ട സ്ഥലമായിരുന്നിട്ട് പോലും 1.5 മണിക്കൂറാണ് ബ്ലോക്കിൽ കിടന്നത്. ഇതുമൂലം ചടങ്ങിൽ പങ്കെടുക്കാൻ സാധിച്ചില്ലെന്നും വർഗീസ് പറഞ്ഞു. സംഭവവുമായി ബന്ധപ്പെട്ട് ഇരു കൂട്ടരിൽ നിന്നും പരാതി ലഭിച്ചിട്ടില്ലെന്ന് പുതുക്കാട് പോലീസ് അറിയിച്ചു. TCV ന്യൂസ്, പുതുക്കാട്. തൃപ്രയാറുള്ള ബാറിൽ മദ്യലഹരിയിൽ ആക്രമണം നടത്തിയ കേസിലെ പ്രതികളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. മുറ്റിച്ചു സ്വദേശി എടക്കാട്ടുതറ വീട്ടിൽ ഹാരിസ്, ചാഴൂർ വേലുമാൻപടി സ്വദേശി കുളങ്ങരപ്പറമ്പിൽ വീട്ടിൽ ഷിജാദ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. തളിക്കുളം പുതുക്കുളം കളാമ്പറമ്പ് സ്വദേശി പുതിയ വീട്ടിൽ യൂസഫ് എന്നയാളെയാണ് അസഭ്യം പറഞ്ഞ് തള്ളി താഴെയിട്ട് കൈകൊണ്ടും കരിങ്കല്ലുകൊണ്ടും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. മാള ടൗണിൽ അപകട ഭീഷണിയായി സുരക്ഷാ സംവിധാനങ്ങളൊന്നുമില്ലാതെ KSEBയുടെ ട്രാൻസ്ഫോമർ. കുട്ടികളടക്കം നിരവധി യാത്രക്കാരും വാഹനങ്ങളും പോകുന്ന പ്രധാന റോഡിലാണ് ട്രാൻസ്ഫോമറും ഫ്യൂസുകളും തുറന്നിട്ടിരിക്കുന്നത്. മാള ടൗണിനും ഫൊറോന പള്ളി സെന്റ് ആന്റണീസ് സ്കൂൾ എന്നിവയ്ക്കും ഇടയിലാണ് റോഡിനോട് ചേർന്ന് ട്രാൻസ്ഫോമർ ഉള്ളത്. വിവിധ ബാങ്കുകളും ഇതിനടുത്താണ്. തുറന്നിട്ടിരിക്കുന്ന ട്രാൻസ്ഫോമറിനോട് ചേർന്നാണ് പലപ്പോഴും കാൽനട യാത്രക്കാരും പോകുന്നത്.
പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂളിനെതിരെ ഗുരുതര ആരോപണവുമായി MSF ജില്ലാ നേതൃത്വം. +1 ഏകജാലക പ്രവേശനവും കമ്മ്യൂണിറ്റി പ്രവേശനവും സ്കൂൾ അധികാരികൾ അട്ടിമറിച്ചെന്നാണ് ആരോപണം. ജില്ലയിലെ തീരദേശ മേഖലയിൽ 1000-ഓളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ന്യൂനപക്ഷ എയ്ഡഡ് സ്കൂളാണ് പാടൂർ അലിമുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി സ്കൂൾ. എന്നാൽ ഈ അധ്യയന വർഷത്തെ +1 ഏകജാലക പ്രവേശനവും കമ്മ്യൂണിറ്റി പ്രവേശനവും സ്കൂൾ അധികാരികൾ അട്ടിമറിച്ചുവെന്നും പല വിദ്യാർത്ഥികൾക്കും അർഹതപ്പെട്ട സീറ്റുകൾ നഷ്ടമായെന്നും ആരോപിച്ച് രക്ഷിതാക്കൾ രംഗത്ത് വന്നു. ഇതേ തുടർന്നാണ് MSF വിഷയത്തിൽ ഇടപെട്ടത്. ഇവർ സ്കൂളിലെത്തി അന്വേഷണം നടത്തി. പ്രവേശനം അട്ടിമറിച്ചതിലൂടെ കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം സ്കൂൾ അധികൃതർ ഇല്ലാതാക്കിയെന്ന് MSF സംസ്ഥാന സെക്രട്ടറി SA അൽ റസിൻ പറഞ്ഞു. വലിയ കമ്മ്യൂണിറ്റി കോട്ട അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. അവിടുത്തെ സർക്കാർ സംവിധാനത്തിലുള്ള സിംഗിൾ ജാലകം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി കോട്ടയിലുള്ള മുഴുവൻ സീറ്റുകളിലും വലിയ അട്ടിമറിയാണ് നടന്നിരിക്കുന്നത്. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അവസരം ഇല്ലാതാക്കുന്ന സാഹചര്യത്തിൽ അവിടുത്തെ DOയുടെ നേതൃത്വത്തിലുള്ള ഒരു സ്കൂൾ എന്നിരിക്കെ തന്നെ അവിടുത്തെ മാനേജ്മെൻ്റ് ഇല്ലാത്ത ഒരു സംവിധാനത്തിൽ അവിടുത്തെ സ്കൂളിലെ അധികൃതർ, പ്രിൻസിപ്പൽ അടക്കമുള്ള പ്രിൻസിപ്പലിൻ്റെ ചാർജ് വഹിക്കുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾ സീറ്റ് പുറത്ത് വിൽക്കുന്ന രൂപത്തിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആ സ്കൂളിലെ അധികൃതർ ഇപ്പോൾ കടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷക്കാലമായി ഈ ഒരു വിഷയം ഇവിടെ നടക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇനി ഇത്തരത്തിലൊരു അപാകത, ഇത്തരത്തിലൊരു അട്ടിമറി ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് സർക്കാർ സംവിധാനമാണ്. കഴിഞ്ഞ കുറച്ചുകാലമായി മാനേജ്മെന്റ് ഇല്ലാത്ത സാഹചര്യത്തിൽ DEയുടെ നേതൃത്വത്തിലാണ് സ്കൂൾ പ്രവർത്തിക്കുന്നത്. പ്രിൻസിപ്പലിന്റെ ചാർജ് വഹിക്കുന്ന ആൾ ഉൾപ്പെടെയുള്ള സ്കൂൾ അധികൃതർ സീറ്റ് പുറത്തു വിൽക്കുന്ന സാഹചര്യമാണെന്ന് MSF ആരോപിച്ചു. കൃത്യമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്നും അതുവരെ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ടു പോകുമെന്നും MSF നേതാക്കൾ അറിയിച്ചു. അന്വേഷണം ആവശ്യപ്പെട്ട് MSF ജില്ലാ പ്രസിഡന്റ് ആരിഫ് പാലയൂർ, മണ്ഡലം ഭാരവാഹികളായ സഫ്വാൻ, ഷാമീസ് അലി തങ്ങൾ, റിഷാദ് അലി, സമീർ തങ്ങൾ എന്നിവരുടെ നേതൃത്വത്തിൽ ജില്ലാ കളക്ടർ അടക്കമുള്ളവർക്ക് പരാതിയും നൽകി. TCV ന്യൂസ്, തൃശൂർ. ബ്രേക്ക് തകരാറിനെ തുടർന്ന് മെമു ട്രെയിൻ വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിൽ 15 മിനിറ്റോളം പിടിച്ചിട്ടു. തകരാറ് ശരിയാക്കിയതിനു ശേഷം യാത്ര തുടർന്നു. രാവിലെ ഷൊർണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് പോകുന്ന 66-319 നമ്പർ മെമു തീവണ്ടിയാണ് 4:42 വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. തുടർന്ന് തീവണ്ടി എടുക്കാൻ ശ്രമിച്ചപ്പോൾ ബ്രേക്കിന് ചെറിയ തോതിൽ തകരാറുണ്ട് എന്ന് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ലോക്കോ പൈലറ്റും റെയിൽവേ സ്റ്റേഷനിലെ ജീവനക്കാരും ട്രെയിൻ പരിശോധിച്ചു. തുടർന്ന് തകരാർ പരിഹരിച്ചതിന് ശേഷം 5 മണിക്ക് ട്രെയിൻ പുറപ്പെട്ടു. സൈക്കോട്രോപിക് ലഹരി വസ്തുക്കളുടെ അനധികൃത കടത്ത് തടയുന്നതിനുള്ള നിയമപ്രകാരം പൂപ്പത്തി സ്വദേശി നെടുമ്പറമ്പിൽ ഷാജിയെ 1 വർഷത്തേക്ക് കരുതൽ തടങ്കലിലാക്കാൻ ഉത്തരവായി. ഡിസംബറിൽ 22.5 കിലോ കഞ്ചാവുമായി അറസ്റ്റിലായി വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്നു. ഇയാളെ വീണ്ടും അറസ്റ്റ് ചെയ്ത് തിരുവനന്തപുരം ജയിലിലെത്തിച്ചാണ് ഉത്തരവ് നടപ്പാക്കുന്നത്. ലഹരി മരുന്ന് കേസിൽ 1-ലേറെ തവണ അറസ്റ്റിലാകുന്നവരെയും സഹായിക്കുന്നവരെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വയ്ക്കാവുന്ന നിയമമാണ് PIT NDPS നിയമം. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിയെ വരന്തരപ്പള്ളി പഞ്ചായത്തിന്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 50 ലക്ഷം രൂപ അനുവദിച്ചതായി KK രാമചന്ദ്രൻ MLA അറിയിച്ചു. വനംവകുപ്പ് PG വൈൽഡ് ലൈഫ് വാർഡൻ മുഖേന സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫണ്ട് അനുവദിച്ചിട്ടുള്ളത്. നേരത്തെ പദ്ധതിക്കായി MLA മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 50 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. കേരള കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർവഹണ ചുമതല. അടുത്ത സാമ്പത്തിക വർഷത്തെ സംസ്ഥാന ബജറ്റിലും പദ്ധതിക്കായി 1 കോടി രൂപ അനുവദിക്കുകയും 20% തുക നീക്കിവെക്കുകയും ചെയ്തിട്ടുണ്ട്. നവകേരള നിർമ്മിതിയുടെ ഭാഗമായി പുതുക്കാട് മണ്ഡലത്തിൽ നിന്ന് സമർപ്പിച്ച പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചിമ്മിനി ഇക്കോ ടൂറിസം പദ്ധതിക്ക് 1 കോടി രൂപ ലഭിക്കുന്നതിനും നടപടി സ്വീകരിച്ചുവരുന്നതായി MLA അറിയിച്ചു. അരിമ്പൂരിലെ വയോധികരായ കലാപ്രേമികൾക്ക് ആടാനും പാടാനുമായുള്ള കൂട്ടായ്മയാണ് പാട്ടുവീട്.
50നും 84നും ഇടയിൽ പ്രായമുള്ള 60ഓളം പേരാണ് ഞായറാഴ്ചകളിൽ പാട്ടുവീട്ടിൽ ഒത്തുചേരുന്നത്. നാട്ടുകാരനായ കോണിശ്ശേരി സന്തോഷ് കുമാറിന്റെ വസതിയാണ് കലാപ്രേമികളായ വയോധികർ ഒത്തുചേരുന്ന പാട്ടുവീട്. പാട്ടും ആട്ടവുമായി ജാതി മത ഭേദങ്ങളില്ലാതെ കുറച്ച് വയോധികർ ഇവിടെ ഉല്ലാസം കണ്ടെത്തുകയാണ്. സിനിമാറ്റിക് ഡാൻസ് ആയാൽ പോലും പ്രായം മറന്നിവർ ചുവടുവയ്ക്കും. കഥാപ്രസംഗം, മിമിക്രി, ചിത്രരചന, കൈക്കൊട്ടിക്കളി, യോഗ തുടങ്ങിയവയെല്ലാം ഈ വേദിയിൽ നിറയും. ഞാനിവിടെ പാട്ട് പാടും, തബല വായിക്കും, ഹാർമോണിയം വായിക്കും, എല്ലാം എല്ലാവർക്കും നമുക്കൊരു നിർദ്ദേശങ്ങൾ കൊടുക്കുന്ന രീതിയിൽ ഞങ്ങൾ ഇത് യൂണിറ്റായിട്ട് നീങ്ങണം. എനിക്ക് RP എന്ന് പറയുന്ന രോഗമാണ്. ബ്ലൈൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു 2% മാത്രമേ കഴിച്ചു. ഇവിടെ വന്നപ്പോൾ ഇവിടെ ഉല്ലാസമാണ്, സുഖം. അല്ല, സംഗീതം, സുഖം, സന്തോഷം, സജ്ജന സമ്പർക്കം, സമാധാനം. തബല കൊട്ടി പാടുന്ന കാഴ്ചശക്തി കുറഞ്ഞ ഹരി, ഹാർമോണിയത്തിൽ ഈണമിടുന്ന 84-കാരനായ ഗംഗാധരൻ, തബലവാദകനായ മുരളി, റിഥം പാഡുമായി കലാഭവൻ പ്രതീഷ് തുടങ്ങിയവരൊക്കെ ഈ കൂട്ടായ്മയിലെ നിറസാന്നിധ്യമാണ്. അരിമ്പൂർ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ളവരാണ് പാട്ടുവീട്ടിൽ ഒത്തുകൂടുന്നത്. വീട്ടിലെ ഒറ്റപ്പെടലുകൾക്കും മാനസിക പിരിമുറുക്കങ്ങൾക്കും ഇവിടെ എത്തിയാൽ അറുതിയാകും. തബല വായിക്കും, ഹാർമോണിയം വായിക്കും. ഒരു 10 കൊല്ലത്തോളം ഞാൻ ഇവിടെ നല്ല സുഖമായിട്ടുള്ള സ്ഥലം. എല്ലാവരും കുറെ എന്നെ പോലെ പ്രായമുള്ള കുറെ ആൾക്കാരോട് വരുന്നുണ്ട്. ഞായറാഴ്ചകളിലാണ് പാട്ടുവീട് സജീവമാകാറുള്ളത്. മറ്റു ദിവസങ്ങളിൽ പരിശീലനത്തിനും ആളുകൾ എത്താറുണ്ട്. കഴിഞ്ഞ വർഷം വരെ മറ്റൊരിടത്തായിരുന്നു ഈ കൂട്ടായ്മ ഒത്തുചേർന്നിരുന്നത്. അവിടെ നിന്ന് മാറേണ്ടി വന്നപ്പോൾ കൂട്ടായ്മയുടെ സെക്രട്ടറിയായിരുന്ന സന്തോഷ് കുമാറും ഭാര്യ സിമിയും തങ്ങളുടെ വസതി വേദിയാക്കി കൂട്ടായ്മ നിലനിർത്തുകയായിരുന്നു. സംഘടനയെ ഡിപ്പെൻഡ് ചെയ്യുന്ന കുറേ ഏറെ ആൾക്കാർ, വയോജനങ്ങൾ, അമ്മമാരും നമ്മുടെ സഹോദരങ്ങൾ, ജ്യേഷ്ഠ സഹോദരങ്ങളൊക്കെ ഉണ്ട്. അവരെയായിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരേണ്ടി വന്നു. എൻ്റെ ഭാര്യയും ഞാനും മാത്രമേ ഇവിടെയുള്ളൂ. മക്കൾ 2 വിദേശത്താണ്. അന്നു മുതൽ ഈ ഗ്രൂപ്പിന് വേണ്ടി എൻ്റെ വീട് പൂർണ്ണമായിട്ട് തുറന്നു കൊടുത്തിരിക്കുകയാണ്. എല്ലാ ഞായറാഴ്ചകളിലും അവർ ഉച്ച മുതൽ 2 മണി മുതൽ രാത്രി 9 മണി വരെ ഇവിടെ ഉണ്ട്. മാത്രമല്ല വിശേഷ ദിവസങ്ങളിലൊക്കെ നമ്മൾ പ്രോഗ്രാമുകൾ ഇവിടെ രാപ്പകൽ എന്ന വ്യത്യാസമില്ലാതെ രാത്രി ഏറെ വൈകിയും, പ്രത്യേകിച്ച് ക്രിസ്മസ്, ന്യൂ ഇയർ, ഓണം, വിഷു ഇങ്ങനെയുള്ള വ്യത്യസ്തമായ എല്ലാ പരിപാടികളിലൊക്കെ ഇവിടെ ഒത്തുചേർന്ന് അവർ ആഘോഷിക്കാറുണ്ട്. പിണക്കങ്ങളോ പരിഭവങ്ങളോ ഇല്ലാതെ ജീവിതത്തിന്റെ സായന്തന സുന്ദരവേളകൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നെഞ്ചേറ്റുകയാണ് ഈ കൂട്ടായ്മ. തെരഞ്ഞെടുപ്പ് സേവനങ്ങൾ പരമാവധി ജനങ്ങളിലേക്ക് എത്തിക്കുകയെന്ന ലക്ഷ്യവുമായി ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ പരിശീലനത്തിന്റെ അവസാന ഘട്ടം ഒല്ലൂക്കരയിൽ പൂർത്തിയായി. പരിശീലകരായ CJ ബിനോയ്, ഡിവേഗ് C ഡേവിസ്, ടെക്നിക്കൽ അസിസ്റ്റന്റ് ജ്യോതിഷ് എന്നിവർ ക്ലാസുകളെടുത്തു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ 188 BLOമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. കോടശ്ശേരി പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തിൽ വൻ അഴിമതിയാണ് നടന്നതെന്ന് LDF കോടശ്ശേരി പഞ്ചായത്ത് പാർലമെന്ററി പാർട്ടി ആരോപിച്ചു. ഈ വിഷയത്തിൽ പഞ്ചായത്ത് യോഗം ബഹിഷ്കരിച്ച് സമരം ചെയ്ത വനിതാ അംഗങ്ങളെ കോൺഗ്രസ് അംഗം ചവിട്ടിയെന്ന് LDF അംഗങ്ങൾ പറഞ്ഞു. LDF വനിതാ അംഗം ശകുന്തള പരിക്കേറ്റ് ചികിത്സയിലാണ്. ക്രമക്കേടുകൾ മറച്ചുവെക്കാനാണ് നിയമപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഹരിതകർമ്മസേനയെ മാറ്റാൻ ശ്രമം നടക്കുന്നത്. ഇത്തരം നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് പഞ്ചായത്ത് അംഗങ്ങളായ EA ജയതിലകൻ, MD ബാഹുലയൻ, ശ്യാമ സജീവൻ, J വില്യംസ്, ദീപ പോളി, TR ബാബു എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 27 വർഷമായിട്ടും പട്ടയമില്ല. കുന്നംകുളത്ത് പട്ടയമേളയിൽ അവഗണന നേരിട്ട് 9 കുടുംബങ്ങൾ. ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പാറപ്പുറത്ത് നിന്ന് കുടിയൊഴിപ്പിക്കപ്പെട്ട 33 കുടുംബങ്ങളിൽ 9 കുടുംബങ്ങൾക്ക് ഇനിയും പട്ടയം ലഭിച്ചിട്ടില്ല. സ്വന്തമായുള്ള 3 സെന്റ് ഭൂമിയുടെ പട്ടയത്തിനായുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് 27 വർഷമായി. 1998 ചേരി നിർമ്മാർജ്ജന പദ്ധതിയുടെ ഭാഗമായി പാറപ്പുറത്തു നിന്നും കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചത്. മാറ്റിപ്പാർപ്പിച്ച 33 കുടുംബങ്ങളിൽ കോട്ടപ്പുറത്തെ 16 വീടുകൾക്ക് മാത്രമാണ് 2 വർഷം മുൻപ് പട്ടയം നൽകിയത്. കാണിയാമ്പാൽ, നെഹ്റു നഗർ, പനങ്ങായി കയറ്റം, കിഴൂർ, തെക്കേങ്ങാടി എന്നീ പ്രദേശങ്ങളിലുള്ള കുടുംബങ്ങൾക്കാണ് ഇനിയും പട്ടയം ലഭിക്കാനുള്ളത്. അവസാനം MLA കണ്ട് സംസാരിച്ചിട്ട് ഇറങ്ങുമ്പോൾ നിറകണ്ണുകളോടെയാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നത്. കാരണം ഞങ്ങൾ പറയുന്നത് അതുപോലെ ഉൾക്കൊള്ളാനുള്ളൊരു മാനസികമായിട്ട് അത് ഉൾക്കൊള്ളാൻ കഴിയാതെ നിങ്ങൾക്ക് ഇത് തന്നെ പറയാനുള്ളൂ എന്ന് MLA ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ചങ്ക് തകർന്നു പോയി.
കാരണം ഇത്രയും നീറുന്ന പ്രശ്നം ഞങ്ങൾ ഈ നിയോജകമണ്ഡലം MLA പറഞ്ഞപ്പോൾ അദ്ദേഹം അതിൻ്റേതായ മുഖവിലയ്ക്ക് എടുക്കാതെ നിസ്സാരമായി തള്ളിക്കളഞ്ഞിട്ട് ഇത് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നിറകണ്ണുകളോടെ ഞങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. നഗരസഭാ പരിധിയിലെ ഭൂമിയായതിനാൽ റവന്യൂ വിഭാഗത്തിലേക്ക് രേഖകൾ മാറ്റിയാൽ മാത്രമേ പട്ടയം ലഭിക്കുകയുള്ളൂ. ഇതിനായി നഗരസഭയിൽ നിന്നും തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് ഉദ്യോഗസ്ഥർ രേഖകൾ അയച്ചിരുന്നു. എന്നാൽ അയച്ച രേഖകളിൽ റോഡ് പുറമ്പോക്ക് എന്നതിന് പകരം തോട് പുറമ്പോക്ക് എന്ന് രേഖപ്പെടുത്തിയാണ് ഉദ്യോഗസ്ഥർ അയച്ചത്. സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയെന്ന് മനസ്സിലാക്കിയ കുന്നംകുളം നഗരസഭ തെറ്റ് തിരുത്തി വീണ്ടും രേഖകൾ അയച്ചു. ഉദ്യോഗസ്ഥർക്ക് തെറ്റുപറ്റിയതിനാൽ തുടർ പ്രവർത്തനങ്ങൾ നിലച്ചതാണ് ഈ പട്ടയമേളയിൽ ലഭിക്കേണ്ട പട്ടയം നഷ്ടമാകാൻ കാരണമായത്. വീടിന് പട്ടയമോ നികുതിയോ ഇല്ലാത്തതിനാൽ നഗരസഭയിൽ നിന്നോ മറ്റ് സ്വകാര്യ ബാങ്കുകളിൽ നിന്നോ വായ്പകൾ പോലും എടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്. ഇനിയെങ്കിലും അധികാരികൾ കണ്ണു തുറക്കണമെന്നും പട്ടയം അനുവദിക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്നും കുടുംബങ്ങൾ ആവശ്യപ്പെട്ടു. പട്ടയം കിട്ടിയാലും മോനെ ഈ ഭാഗമൊക്കെ നോക്കി ചെമ്മരൊക്കെ നനഞ്ഞു കുതിർന്നിട്ടാണ്. ഞങ്ങൾക്ക് അങ്ങനെ തന്നെ മോനെ. ഞങ്ങൾക്ക് മുനിസിപ്പാലിറ്റി സ്ഥലം തന്നിട്ട് ഈ വീട് പണിയാൻ 35,000 ഉറുപ്പ്യ തന്നു. ഈ ഒരു സ്ഥലവും തന്നു ഞങ്ങൾക്ക്. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ താമസാക്കിയത്. ഇപ്പോൾ വീടാകെ ചോർന്നൊലിക്കുക മോനെ. പട്ടയം വേണം ഞങ്ങൾക്ക്. എന്നെങ്കിലല്ലേ ഇത് നമുക്ക് ഒന്ന് അതൊക്കെ കണ്ടിട്ട് ഞാനേ പാത്രങ്ങളൊക്കെ വെച്ചു കൊടുക്കുക അകത്ത്. ഈ ഇതുമൊന്നും ഇങ്ങനെ വെള്ളം ഒഴുകിയിട്ടേ അറ്റകുറ്റപ്പണിക്കും കാശ് തന്നെയുണ്ട്. വീട് നമ്പറൊന്നുമില്ല. വീട് നമ്പർ ചോദിച്ചപ്പോൾ ഞങ്ങളുടെ കൗൺസിലർ പറഞ്ഞു അന്വേഷിച്ചിട്ട് പറയാം. പക്ഷേ എനിക്ക് ഇതുവരെ അന്വേഷിച്ചൊരു വിവരം വന്നില്ല. TCV ന്യൂസ്, കുന്നംകുളം. വിസ തട്ടിപ്പ് കേസിലെ പ്രതി വിദേശത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെ വിമാനത്താവളത്തിൽ വെച്ച് പോലീസിന്റെ പിടിയിലായി. തളിക്കുളത്ത് ലെവലപ്പ് ഗ്രൂപ്പ് എന്ന സ്ഥാപനം നടത്തിവന്ന വാടാനപ്പള്ളി ഗണേശമംഗലം സ്വദേശി അറക്കിവീട്ടിൽ റിയാദിനെയാണ് നെടുമ്പാശ്ശേരിയിൽ നിന്നും അറസ്റ്റ് ചെയ്തത്. ഇറ്റലിയിലേക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് കൊടുങ്ങല്ലൂർ സ്വദേശികളായ 3 പേരിൽ നിന്നുമായി 11,80,000 രൂപ പ്രതി തട്ടിയെടുത്തിരുന്നു. കൊടുങ്ങല്ലൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതിനെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന ഇയാൾ ദുബായിലേക്ക് കടക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ റിയാദിനെ തടഞ്ഞുവെച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് കൊടുങ്ങല്ലൂർ പോലീസ് എത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. തിരുവില്ലാമല വില്യാദ്രിനാഥ ക്ഷേത്ര പരിസരത്ത് ഉപയോഗശൂന്യമായി കാടുകയറി കിടന്നിരുന്ന ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കി നാടക പ്രവർത്തകനും പൊതുപ്രവർത്തകനുമായ പൂളയ്ക്കൽ ശശിധരൻ. ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ സംബന്ധിച്ച് TCV വാർത്താ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് തിരുവില്ലാമല പഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് പരിസരവും കാടുവെട്ടി വൃത്തിയാക്കിയിരുന്നെങ്കിലും മാലിന്യങ്ങൾ നീക്കിയിരുന്നില്ല. ഇതിൽ പ്രതിഷേധ സൂചകമായാണ് ശശിധരൻ ബസ് സ്റ്റാൻഡ് വൃത്തിയാക്കിയത്. തൈക്കാട്ടുശ്ശേരി പാറക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. മച്ചാട് ഗോപാലൻ, വട്ടമൺകാവ് മണികണ്ഠൻ, പുതിർക്കോവിൽ പാർത്ഥസാരഥി എന്നീ ഗജവീ വർഷങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ 15 സെന്റിന്റെ പട്ടയം ലഭിച്ച സന്തോഷത്തിലാണ് കാളിയമ്മ. ചേലക്കര നിയമസഭാ മണ്ഡലത്തിലെ പട്ടയമേളയിൽ 100 വയസ്സ് കഴിഞ്ഞ കാളിയമ്മയ്ക്ക് UR പ്രദീപ് MLA പട്ടയം നൽകി. തിരുവല്ലോമല പാമ്പാടി വില്ലേജ് കൊളമ്പിൽ കൊല്ലാക്കക്കുന്നത്ത് വീട്ടിൽ പരേതനായ ചാമിയുടെ ഭാര്യ കാളിക്ക് 101 വയസ്സായി. ഇവരുടെ പട്ടയം വാങ്ങാനാണ് മുള്ളൂർക്കര പ്രിയദർശിനി കമ്മ്യൂണിറ്റി ഹാളിൽ മകൾ കോമളത്തിനും മരുമകൻ വിജയനുമൊപ്പം എത്തിയത്. ചാമിയും കാളിയും അടുത്തുള്ള വീട്ടിൽ ജോലി ചെയ്യുമ്പോൾ ആ വീട്ടുകാർ അന്ന് 45 സെന്റ് സ്ഥലം എഴുതി കൊടുത്തിരുന്നു. എന്നാൽ ആധാരം നൽകിയിരുന്നില്ല. തുടർന്ന് ഇവർ നിരവധി സ്ഥലങ്ങളിൽ ആധാരത്തിനു വേണ്ടി കയറി ഇറങ്ങി. ഇതിനിടയിൽ 15 സെന്റിന്റെ ആധാരം ശരിയായി വന്നപ്പോൾ ചാമി മരിച്ചു. കാളിയമ്മയ്ക്ക് അസുഖത്തെ തുടർന്ന് വാങ്ങിക്കാനും കഴിഞ്ഞില്ല. ഇപ്പോഴാണ് ആ അവസരം ഒത്തുവന്നത്. പ്രായത്തിന്റെ അവശതകൾ വകവയ്ക്കാതെ കോണിപ്പടികൾ കയറി മുകളിലെത്തി രേഖകൾ കൈപ്പറ്റിയപ്പോൾ താനും ഒരു ഭൂ ഉടമയായ സന്തോഷത്തിൽ മനസ്സു നിറഞ്ഞു ചിരിച്ചു കാളിയമ്മ. TCV ന്യൂസ്, ചെറുതുരുത്തി. രാമായണ മാസാചരണത്തിന് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ ഭക്തി നിർഭരമായ തുടക്കം. ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യരുടെ കാർമ്മികത്വത്തിൽ വിശേഷാൽ പൂജകൾ നടന്നു. കർക്കിടക മാസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന രാമായണ പാരായണത്തിന് തുടക്കം കുറിച്ചു. മാതൃസമിതിയുടെ നേതൃത്വത്തിലാണ് രാമായണ പാരായണം നടക്കുന്നത്. ബിന്ദു ഗണേശൻ, ശശികുമാർ കൊടക്കാടത്ത്, P. രാജൻ എന്നിവർ നേതൃത്വം നൽകി.
കടപ്പുറം പഞ്ചായത്തിലെ തൊട്ടാപ്പ് ഫോക്കസ് ഉപ്പാപ്പള്ളി റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് CPM തൊട്ടാപ്പ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ റോഡിൽ വാഴ വെച്ച് പ്രതിഷേധിച്ചു. 2 മാസം മുമ്പ് റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടന്നുവെങ്കിലും പ്രദേശത്തെ പരിപൂർണമായി ഒഴിവാക്കുന്ന സ്ഥിതിയാണുണ്ടായത്. 30 ലക്ഷം രൂപ വകയിരുത്തുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞുവെങ്കിലും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ലെന്ന് വാർഡ് മെമ്പർ റാഹില വഹാബ് പറഞ്ഞു. CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി NM ലത്തീഫ്, ബ്രാഞ്ച് സെക്രട്ടറി KM സക്കീർ, പ്രദേശവാസികളായ യൂസഫ്, മുഹമ്മദ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ അങ്കുലിയാങ്കം കൂത്ത് പുറപ്പാട് നടന്നു. ശ്രീരാമന്റെ പ്രതീകമായി സീതയ്ക്ക് കാഴ്ചവെക്കാനുള്ള അങ്കുലിയ മോതിരവുമായി സമുദ്രം ചാടിക്കടന്ന് ലങ്കയിലെത്തിയ ഹനുമാന്റെ പുറപ്പാടാണ് അരങ്ങേറിയത്. ഡോക്ടർ അമന്നൂർ രജനീഷ് ചാക്യാർ ആചാരപരമായി ഹനുമാന്റെ വേഷം ധരിച്ച് അരങ്ങിൽ വന്നു. ജിനേഷ് നമ്പ്യാർ മിഴാവിലും ഇന്ദിര നങ്ങ്യാർ താളം പിടിച്ചും പങ്കുചേർന്നു. കൂടൽമാണിക്യം ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് CK ഗോപി, ഭരണസമിതി അംഗങ്ങളായ അഡ്വക്കേറ്റ് അജയ് കുമാർ, ഡോക്ടർ മുരളി, ഗുരു അമ്മന്നൂർ കുട്ടൻ ചാക്യാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. കാടുകുറ്റി പഞ്ചായത്തിനെ സനീഷ് കുമാർ ജോസഫ് MLA അവഗണിക്കുന്നുവെന്നാരോപിച്ച് LDF ഭരണസമിതിയുടെ നേതൃത്വത്തിൽ 19-ന് പ്രതിഷേധ സംഗമം നടത്തും. കാടുകുറ്റി ബസ് സ്റ്റാൻഡിൽ വൈകിട്ട് 4:30-നാണ് പ്രതിഷേധം. MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും കാടുകുറ്റി പഞ്ചായത്തിലേക്ക് പദ്ധതികൾ അനുവദിക്കുന്നില്ലെന്ന് ഭരണസമിതി ആരോപിച്ചു. മുൻ MLA തുടങ്ങിവെച്ച നിരവധി വികസന പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ MLA പൂർത്തീകരിക്കുന്നില്ലെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രിൻസി ഫ്രാൻസിസ് ചൂണ്ടിക്കാട്ടി. വൈസ് പ്രസിഡന്റ് PC അയ്യപ്പൻ, അംഗങ്ങളായ P വിമൽകുമാർ, രാഗി സുരേഷ്, വർക്കി തേലക്കാട്ട്, മോഹിനിക്കുട്ടൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കാഞ്ഞാണി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് LDF ധർണ നടത്തി. CPM മണലൂർ ഏരിയ സെക്രട്ടറി PA രമേശൻ ധർണ ഉദ്ഘാടനം ചെയ്തു. VV പ്രഭാത് അധ്യക്ഷത വഹിച്ചു. രാകേഷ് കണിയാമ്പറമ്പിൽ, VN സുർജിത്ത്, MR മോഹനൻ, VV സജീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. നാലമ്പല തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് ഏർപ്പെടുത്തിയിരുന്ന ഗതാഗത നിയന്ത്രണം പാലിച്ചില്ല. മുഴിക്കുളം ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചുവരുന്ന വാഹനങ്ങൾ മാള KK റോഡ് വഴി പോകണമെന്ന നിർദ്ദേശം പാലിച്ചില്ല. പഞ്ചായത്തുകൾ ദിശാ ബോർഡ് സ്ഥാപിക്കണമെന്ന നിർദ്ദേശവും റോഡിന്റെ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കണമെന്ന തീരുമാനവും നടപ്പായില്ല. തിങ്കളാഴ്ച VR സുനിൽകുമാർ MLAയുടെ നേതൃത്വത്തിൽ മറ്റു ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും യോഗം ചേർന്നാണ് ഗതാഗത നിയന്ത്രണം സംബന്ധിച്ച് തീരുമാനത്തിലെത്തിയത്. ഗതാഗതം തിരിച്ചുവിടുന്ന ഭാഗത്ത് പഞ്ചായത്തുകൾ ദിശാ ബോർഡുകൾ സ്ഥാപിക്കണമെന്നായിരുന്നു തീരുമാനം. വാഹനങ്ങൾ നിർത്തുന്ന ഇടങ്ങളിൽ അവശിഷ്ടങ്ങൾ വലിച്ചെറിയരുതെന്നും മാലിന്യപ്പെട്ടികൾ സ്ഥാപിക്കണമെന്നും അതിനായി ഹരിതകർമ്മസേനയെ പഞ്ചായത്തുകൾ ചുമതലപ്പെടുത്തണമെന്നും യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യം പഞ്ചായത്ത് ഹരിതകർമ്മസേനയെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ദിശാസൂചന ബോർഡുകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നുവെന്ന് മാള പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു പറഞ്ഞു. പ്രശസ്ത പുല്ലാങ്കുഴൽ വിദഗ്ധൻ TA ശിവദാസനെ കുന്നംകുളം ഫേസിന്റെ ആഭിമുഖ്യത്തിൽ ആദരിക്കും. ശനിയാഴ്ച വൈകിട്ട് 5-ന് കുന്നംകുളം സെന്റ് ജോൺസ് ബദനി ഇംഗ്ലീഷ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം കലാമണ്ഡലം വൈസ് ചാൻസലർ പ്രൊഫസർ B അനന്തകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ കുന്നംകുളം ഫേസ് പ്രസിഡന്റ് VK ശ്രീരാമൻ, സെക്രട്ടറി C മോഹനൻ, PS ഷാനു, PG ജയപ്രകാശ് എന്നിവർ പങ്കെടുത്തു. പഴുവിൽ കാരുണ്യ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഔഷധ കന്നി വിതരണവും സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ചാറൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മുൻ MLA പ്രൊഫസർ KU അരുണൻ, പഞ്ചായത്ത് അംഗം NN ജോഷി, സൊസൈറ്റി പ്രസിഡന്റ് സജിത് പാണ്ടാരിക്കൽ, ട്രഷറർ EVN പ്രേംദാസ്, സെക്രട്ടറി EP സൈമൺ തുടങ്ങിയവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. മണ്ണുത്തി അങ്കമാലി ദേശീയപാതയിൽ വീണ്ടും ഗതാഗത കുരുക്ക് രൂക്ഷം. വാഹനങ്ങളുടെ നിര ചാലക്കുടി ജംഗ്ഷൻ വരെ മണിക്കൂറുകളോളം നീണ്ടു. ഗതാഗത കുരുക്ക് പരിഹരിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശം നടപ്പായില്ല. പൂങ്കുന്നം പുഴയ്ക്കൽ റൂട്ടിൽ വൻ ഗതാഗത കുരുക്ക്. ജില്ലയിൽ വീണ്ടും സൈബർ തട്ടിപ്പ്. യുവാവിന്റെ 40,000 രൂപ നഷ്ടമായി. രാമായണ മാസാചരണത്തിന് തുടക്കമായി നാലമ്പല തീർത്ഥാടനത്തിന് ഭക്തജന പ്രവാഹം. ഭക്തജന തിരക്ക് നിയന്ത്രിക്കാൻ പ്രത്യേക ക്രമീകരണങ്ങൾ.
അതിരപ്പള്ളിയിൽ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ച് ചാരായം വിൽപ്പന നടത്തിയയാളെ ചാലക്കുടി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. വെറ്റിലപ്പാറ സ്വദേശി ജിനേഷ് കുമാറാണ് അറസ്റ്റിലായത്. റിസോർട്ടിലേക്ക് കൊണ്ടുപോയിരുന്ന 7 ലിറ്റർ ചാരായം പിടിച്ചെടുത്തു. തൃശൂർ ജില്ലയിൽ ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശനി ഞായർ ദിവസങ്ങളിൽ ഓറഞ്ച് അലർട്ട്. മനക്കുടി വിളക്കുമാണം പാടശേഖരത്തിലെ വെള്ളക്കെട്ടിൽ കുളിക്കുന്നതിനിടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. കൊഴുക്കുളിയിൽ വീടിടിഞ്ഞു വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.